ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഇതേപോലെ ചെക്കിംഗ് ഒക്കെ ആദ്യത്തെ ഒന്നും സംഭവമുള്ളൂ, പിന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. കാരണം ഈ മാനുഫാക്ചേഴ്സും ഈ പൊളിറ്റീഷ്യൻസും അതേപോലെ ഡോക്ടേഴ്സ് പല ഹോസ്പിറ്റൽസും നിങ്ങൾക്കറിയാം, ഇവരുമായിട്ടൊരു അൺഹോളി നക്സസ് ഉണ്ട്. പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂജ് വരുമാന മാർഗം എന്താണെന്ന് നിങ്ങളുടെ ധാരണ? അവിടെ പ്രവർത്തിക്കുന്ന ഫാർമയാണ്, ഫാർമ സ്റ്റോറാണ്. അതിനകത്ത് ഇത്ര കൂടി കിട്ടുമ്പോൾ അവർക്കത് ഇത്ര ലാഭമാണ്. കാരണം ഈ മരുന്നുകൾക്കൊക്കെ കൊള്ള വിലയാണ് അവർ ഈടാക്കുന്നത്. കാരണം അവിടെയുള്ള മരുന്നുകളാണ് എഴുതുന്നത്. കാരണം ഇതൊന്നും ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരെയും കൂടി പറ്റത്തില്ല. കാരണം ആ രീതിയിലാക്കിയെടുത്ത് മോദിയല്ല ആരും വിചാരിച്ചാൽ പറ്റത്തില്ല ഈ സംഭവം. അത്ര സ്ട്രോങ് ലോബിയാണ്. നിങ്ങൾക്കറിയോ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാർട്ട് ചെയ്യ പ്രധാനമന്ത്രി ഔഷധി സ്റ്റോറുകളൊക്കെ ഈ പറയുന്ന പല കോമ്പോണൻ്റ് ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ ഇത് അതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അത് നമുക്കറിയാം, നമ്മുടെ എത്ര ഡോക്ടേഴ്സ്, വളരെ കുറച്ച് പേര് ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര പേരെ അറിയും? അവരൊരിക്കലും അത് ചെയ്യത്തില്ല. ഈ പല മൾട്ടി സ്പെഷ്യാലിറ്റി പല ഹോസ്പിറ്റൽ അവർക്ക് ഈ ബ്രാൻഡഡ് കാരണം ഹ്യൂജ് മണിയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മാർജിനും ഹ്യൂജാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ അതായത് ഔഷധിയിൽ നിന്ന് വാങ്ങുന്നതും ഈ പറയുന്ന ഒരു കെമിസ്ട്രി ഷോപ്പിൽ നിന്ന് വാങ്ങുന്നൊരു വ്യത്യാസം നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകുന്നതാണ് ഈ സംഭവം. ഇതിനെതിരെ ഒന്നും ആൾക്കാരൊന്നും പറയത്തില്ല. ഈ GSTയുമായി ബന്ധപ്പെട്ട് ഞാൻ മെഡിസിൻ വാങ്ങുന്നതാണ്. കാരണം ഷോപ്പിൽ നിന്ന് എനിക്കറിയാം അവരെത്രയാണ് ഇതിൻ്റെ അകത്ത് MRP എഴുതിയേക്കുന്നത്, എത്രയാണ്. ഡൽഹിയിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു, ഇവിടെ 25-30% ഡിസ്കൗണ്ട് തരുന്നത് എന്നെ പോലുള്ള നിങ്ങളെ പോലെ കൺസ്യൂമേഴ്സിന് ഡിസ്കൗണ്ട് ചവറ് പോലെ ഷോപ്പുകൾ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഈ MRP എന്ന് എഴുതിയേക്കുന്നത് ഗവൺമെൻറ് ഈ പറയുന്ന GST അതിൻ്റെ അകത്ത് റിഫോംസിൻ്റെ അകത്ത് എന്ത് ഗുണമായിട്ടുള്ളത്? അത് ഞാൻ പറയുന്നത് ബാധിക്കത്തൊന്നുമില്ല. കാരണം അവർക്ക് അവരുടെ ലാഭം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇത് വാങ്ങുന്ന കൺസ്യൂമറാണ്. ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന കൊച്ചുകുട്ടികളുടെ കപ്സ് റഫറും പണം കൊടുത്ത് ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് ഈ മാനുഫാക്ചർ അറിയപ്പെടുന്ന ബ്രാൻഡ് വാങ്ങി അവരുടെ കുട്ടികൾക്ക് കിഡ്നി ഫെയിലിയർ ആകുന്നു, ആ കുട്ടികൾ മരിക്കുന്നു. ഇതിനാരാ അക്കൗണ്ടബിലിറ്റി? ആരാ റെസ്പോൺസിബിലിറ്റി? ആരാ എടുക്കുന്നത്? പെട്ടെന്ന് ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി രാജസ്ഥാൻ ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തു അവരുടെ ഈ പ്രോഡക്റ്റ് സസ്പെൻഡ്. ആ പ്രോഡക്റ്റ് മാത്രം ഇഷ്ടം പോലെ പ്രോഡക്റ്റുള്ള കമ്പനിയാണ്, ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള കമ്പനിയാണ്.